Hi, welcome back to my YouTube channel. ഞാൻ നാദിയാണ്. ഞാനൊരു ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ആ വീഡിയോസ് എന്ന് പറയുന്നത് നീ 2025 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ആയിരുന്നു. അവർക്ക് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അവരോട് സംസാരിക്കാൻ, അവരൊന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ നാളെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ആദ്യമേ സോറി പറയുകയാണ്. മനഃപൂർവ്വം വീഡിയോ ചെയ്യാണ്ടിരുന്നതല്ല, തീരെ സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇൻറ്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതല്ല. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ചപ്പോഴേക്കും നിങ്ങളോടൊന്ന് സംസാരിക്കണം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. പിന്നെ എൻ്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ അവരുടെ അവസ്ഥ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അവരോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിലായിട്ട് എല്ലാവരോടുമായിട്ട് പറയാമെന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ മുന്നേ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്ത പോലെ ഒരു ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കഴിഞ്ഞ വർഷം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുള്ളത് ഞാനും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഹൗ വാസ് യു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതിനെ പറ്റി ഒരു അനാലിസിസ് വീഡിയോ ഒന്നും അല്ല ഇത്. ആക്ച്വലി അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് നിങ്ങൾ ഒരുപാട് ആവശ്യത്തിലധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒന്നും ചെയ്യുന്നില്ല. എന്നാലും ഒരു 2 വാക്ക് അതിനെ പറ്റി എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NTA മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്ന് ആരും ക്രാക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു രീതിക്ക് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ബയോളജി ഒക്കെ നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്താ പറയുക, നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാമെന്നറിയോ. നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടാറുണ്ട്. കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് NCERT ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് മുക്കുന്നു മൂല്യം എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഇടാറുണ്ട്. എന്നാലും NTA ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാളുപരി ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. നമ്മൾ കുറേ ചിന്തിച്ച് സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ടെൻഷൻ കയറിയിട്ട് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവുക. അത് നോർമൽ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏത് ടോപ്പേഴ്സ് ആണെങ്കിലും, ആക്ച്വലി ഇപ്രാവശ്യം ടോപ്പർ ആവാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ടെൻഷൻ കൂടാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലാണ്ട് മേ ബി നിങ്ങളിൽ പല ആൾക്കാരും നല്ല പഠിച്ചിട്ടും ഇപ്പോഴും കട്ട് ഓഫ് എന്ന് പറയുന്ന മാർക്ക്, അതായത് ഒരു 550 ഒക്കെയാണ് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ കട്ട് ഓഫ് പറയുന്നത്. എന്നിട്ടും ആ മാർക്കൊന്നും കടക്കാണ്ട് പോയ പല ആൾക്കാരും അത് കടക്കാൻ ക്യാപ്പബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നടന്നിട്ടുള്ള നിങ്ങൾ പഠിച്ച കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നടന്ന മോക്ക് എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു കട്ട് ഓഫിൽ പോലും കടക്കാണ്ട് നിൽക്കുന്നുണ്ടാവും. അതിന് ഒരേ ഒരു റീസൺ ഇതായിരിക്കും, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അത് ആക്ച്വലി നമ്മൾ കുറച്ചൊന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കുറച്ചധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു വർഷം 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എക്സാം ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കിനി കഴിഞ്ഞ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെയും ഇപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല, NTA പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളെ പഠിച്ചിട്ട് കാര്യമില്ല, ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. നടന്നു. ആക്ച്വലി ഇത് കുറച്ച് പേർക്കെങ്കിലും ഇത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുമ്പോഴേക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് ഈവൻ എയിംസും അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന പലർക്കും അതൊന്നും കിട്ടാണ്ട് അവസാനം അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടിൽ തന്നെ എത്തിയിട്ട് അല്ലെങ്കിൽ 650 ബ്രിമ്മിലൊക്കെ നിന്നിട്ട് കിട്ടാണ്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്ക് ഈ വർഷം കട്ട് ഓഫ് നല്ല താഴും. അപ്പോൾ മേ ബി നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്കൊരു സീറ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കാം. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സാം നടന്നിട്ടുണ്ടാവുക. അങ്ങനെ കരുതുക. ഇനി 2025 നിങ്ങൾ തൽക്കാലം അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിലെടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ അറിയണം. വേറെ ആരോട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ അറിയണം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത്. അപ്പോൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. കഴിവതും ഇന്ന് തന്നെ ചെയ്യുക. ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് കുത്തിയിരുന്ന് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് അറിയണം. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് തീരുമാനിക്കാനായിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്ത നീറ്റ് എക്സാമിൻ്റെ മാർക്ക് എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ എത്ര വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത്, അവിടെ ചിലപ്പോൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് പോയി എഴുതിയതായിരിക്കും. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് നീറ്റിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നീറ്റിനോട് താല്പര്യം ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത്, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമുക്ക് തീരുമാനിക്കണം ഇനി ഫർദർ നമ്മൾ റിപ്പീറ്റിന് പോകണോ അതോ നമ്മളിത് ഡ്രോപ്പ് ചെയ്ത് വേറെ കോഴ്സ് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ പല ടൈപ്പ് ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണാം. എനിക്കത് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജനറലി കാണുന്ന ഒരു 3-4 ടൈപ്പ് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്ത് അവരെ അഡ്രസ്സ് ചെയ്തായിരിക്കും ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ് നേരെ വന്ന ആൾക്കാർ, നേരെ നീറ്റിന് അപ്പിയർ ചെയ്ത ആൾക്കാർ, അവർക്ക് MBBSനോട് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോഴേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴേക്ക് കിളി പോയി. ഇനി അപ്പിയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഒരു കൺഫ്യൂഷനാണ്. നീറ്റ് എഴുതണോ വേണ്ടേ എന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക്
അത് നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ ഒരു സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടിയൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് MBBS ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ജെനുവിൻലി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറയുന്നത് കൊണ്ടും അല്ല, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് ആലോചിച്ചിട്ട് അതൊന്നും ആലോചിച്ചിട്ടല്ല, നിങ്ങൾക്ക് ജെനുവിൻലി MBBSനോട് ആഗ്രഹമുണ്ട്, ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഫഷനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ജെനുവിൻലി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ നിങ്ങൾ വേറെ എന്താ പറയുക, അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്താലും ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ടഫ് ആവത്തില്ല, അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ കിട്ടാൻ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ല കഷ്ടപ്പെട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ടോപ്പർ ആവാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അന്നത്തെ ഒരു അവസ്ഥ അനുസരിച്ചിരിക്കും. നമുക്ക് ആ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും പിന്നെ നമ്മൾ ഈ ഒരു വർഷം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതും ചിലപ്പോൾ നമ്മുടെ 100% ഇട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത കഥകൾ കേൾക്കുന്ന സമയത്ത് പലതും നമ്മൾ 3-4 വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. എന്നാൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ട്, +2 കഴിഞ്ഞ് നേരെ ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല. കിട്ടാത്ത ആൾക്കാരുടെ കാര്യങ്ങളാണ് കൂടുതലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. ഈ 25 ലക്ഷം കുട്ടികൾ അല്ലെങ്കിൽ 22 ലക്ഷം കുട്ടികൾ എഴുതുന്നതിൽ 10-25,000 സീറ്റേ ആകെ ഉള്ളൂ. അപ്പോൾ അത്ര ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ആ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ മതി, അല്ലാതെ കിട്ടാത്ത ആൾക്കാരുടെ എണ്ണം ഒബ്വിയസ്ലി കൂടുതലുണ്ടാവും. കാരണം എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ ആ കിട്ടുന്ന ആൾക്കാർ അവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം സ്വയം മനസ്സിലാക്കുക. ഉറപ്പായിട്ടും MBBS ആയിരുന്നാലും നീറ്റ് ആയിരുന്നാലും കുത്തിയിരുന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് വേണം. എന്ന് വെച്ചിട്ട് എപ്പോഴും പഠിത്തം, MBBSന് കയറി കഴിഞ്ഞാലും എപ്പോഴും പഠിത്തം, അങ്ങനെ ഒരു ജീവിതമല്ല നമുക്കുള്ളത്. നമുക്ക് നീറ്റിൻ്റെ സമയത്ത് നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കേണ്ടി വരും. MBBSന് കയറി കഴിഞ്ഞാൽ എക്സാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നീറ്റിൻ്റെ സമയത്തിരുന്ന് പഠിച്ചതിനേക്കാളും ഒരുപക്ഷെ അതിനേക്കാളും എക്സ്ട്രീം ലെവലിൽ നമ്മൾ എക്സാം ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റഡി ലീവിനൊക്കെ ഇരുന്ന് പഠിക്കേണ്ടി വരും. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള എല്ലാ വകയും നമുക്ക് MBBS നിന്ന് കിട്ടും. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ജീവിതം മൊത്തം നമ്മൾ പഠിച്ച് മരിക്കേണ്ടി വരും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. കൂടെ നമ്മൾ മറ്റേത് കോഴ്സിലെ കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഹാർഡ് വർക്ക് ഇടാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടി റിപ്പീറ്റിന് പോകാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. അതായത് നല്ല വൃത്തിക്ക് പഠിച്ചു, നല്ല വൃത്തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എഫേർട്ട് ഇട്ടു, ഇനി എത്ര വർഷം റിപ്പീറ്റ് ചെയ്താലും ഇതിനപ്പുറം എന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു ലെവലിലേക്ക് പഠിച്ചു. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് പറഞ്ഞാൽ പോരെ. ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ, എന്നെപ്പോലെ പഠിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നുള്ളതാണ്. ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്താലും എനിക്ക് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. എനിക്കന്ന് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അതാണ് രണ്ടാമത്തെ കാര്യം. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നീറ്റ് എക്സാം ടഫായി എന്നുള്ളത് മാത്രമാണ്. അതിനി അടുത്ത വർഷം നീറ്റ് എക്സാം എഴുതുമ്പോഴും നീറ്റ് എക്സാം ചിലപ്പോൾ ഇതുപോലെ ടഫാവും, ചിലപ്പോൾ ഇതിനേക്കാളും ടഫാവും. അപ്പോൾ അത് നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി ഞാൻ മൂവ് ചെയ്യും. എനിക്ക് നീറ്റ് കിട്ടിയത് കൊണ്ടുള്ള കോൺഫിഡൻസിൽ പറയുന്നതാണെന്ന് നിങ്ങൾ കരുതും. ഉറപ്പായിട്ടും അല്ല. ഞാൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ആരെങ്കിലും നീ ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം റിപ്പീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ ഇടാവുന്ന മാക്സിമം എഫേർട്ട് ഈ വർഷം ഇട്ടിട്ടുണ്ട്. ഇതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ മൂവ് ചെയ്യും. അതേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. ഒബ്വിയസ്ലി നമുക്ക് ഡിപ്രഷൻ വരും. എനിക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ വേറെ ഒന്നിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല, വേറെ ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യം എൻ്റെ കൈവിട്ട് പോകുന്നു, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എൻ്റെ കൈവിട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഞാനത് എന്താ പറയുക, എന്തായിരിക്കും ചെയ്യാന്നുള്ളത് ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കാന്നുള്ളത് തന്നെയായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ സംസാരിക്കും. ഞാൻ ഗ്രാജുവലി സമയമെടുത്ത് മൂവ് ചെയ്യും, വേറൊരു കോഴ്സിന് കയറും. വേറെ ഏത് കോഴ്സ് എന്നുള്ളത് ഞാൻ പിന്നീട് ഇരുന്ന് ചിന്തിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ സ്വപ്നം തന്നെയാണോ, അതോ നിങ്ങൾ ലൂപ്പിൽ പെട്ടുപോയതാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സ്വപ്നം തന്നെയാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത്രയും സ്വപ്നം കണ്ടിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്വപ്നമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, സ്വപ്നമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ചിലത് ഒരു ലൂപ്പിൽ പെട്ടുപോയ ആൾക്കാരുണ്ടാവും. അതായത് റിപ്പീറ്റിന് പോയി, +2 കഴിഞ്ഞ് ചാടിക്കാർ റിപ്പീറ്റിന് പോയി ആഗ്രഹമുണ്ട്, MBBSന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു സ്വപ്നമൊന്നുമല്ല, ആഗ്രഹമുണ്ട്. എന്നാലും കയറിപ്പോയി നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അറിഞ്ഞു. അവരുടെയൊക്കെ വിചാരം എന്താ പറയുക, ഇനിയിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ നാണക്കേട്, അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളാണ് ജീവിക്കാൻ പോകുന്നത്. ഈ MBBS എന്ന് പറയുന്ന ഒരു ലൈഫും ആ ഒരു പഠിക്കുന്ന സ്ട്രെസ്സും എല്ലാം അനുഭവിക്കുന്നത് നിങ്ങളാണ്. ഈ നാട്ടുകാർ ആരും വരത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കതിന് പറ്റുന്നില്ല, നിങ്ങൾക്ക് കുത്തിയിരുന്ന് പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങാണ്ടിരിക്കുക. നിങ്ങൾ ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വേറൊരു കോഴ്സ് എടുത്ത് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരും കുടുംബക്കാരൊക്കെ നിങ്ങളെക്കാൾ ചൊറിയുന്നത്. നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വേറൊരു കോഴ്സ് എടുത്ത് നിങ്ങൾ ഹാപ്പിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങൾ അതിനെപ്പറ്റി ഇനി ഒരു വർഷം കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തതല്ലേ കിട്ടിയില്ലേ എന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരും ചോദിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം ഇങ്ങനെയൊക്കെ ചോദ്യമൊക്കെ ഉണ്ടാവും. അത് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റിംഗ് കോഴ്സിൽ പഠിപ്പിക്കാൻ വരുന്ന പല ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡേ ടു ഡേ കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ
+2 കഴിഞ്ഞ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. അവർക്കിപ്പോൾ വേറെ ഏതെങ്കിലും ജോലിയിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവരോടൊന്നും ആരും ഇപ്പോൾ പോയിട്ട് നീ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കളഞ്ഞതല്ലേ എന്ന് ആരും ചോദിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു വർഷം പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ പിന്നെ ഇത് കളഞ്ഞു ഇനിയിപ്പോൾ ഇത് കിട്ടാണ്ട് ശരിയാവില്ല അങ്ങനെ ഒരു മൈൻഡൊന്നും വേണ്ട. ഒരു വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് പറ്റുന്ന പണിയില്ലാന്ന് മനസ്സിലായി ജസ്റ്റ് മൂവ് ഓൺ. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് നോർമലാണ്. ഒരുപാട് ആൾക്കാർക്ക് കിട്ടാണ്ട് അവരെല്ലാം മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അത് നോർമലാണെന്ന് മനസ്സിലാക്കാം. MBBS ഓവർ റേറ്റഡ് ആണോ എന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. MBBS ഓവർ റേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലർക്കും പല രീതിയാണ്. ചിലർക്ക് തോന്നും ഓവർ റേറ്റഡ് ആണെന്നുള്ളത്, ചിലർക്ക് തോന്നും നോ ഞാൻ സ്വപ്നം കണ്ട MBBS തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് തോന്നും. അത് ആക്ച്വലി അത് പറയാൻ MBBS പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് രണ്ടും തോന്നാറുണ്ട്. MBBS ഓവർ റേറ്റഡ് ആണെന്ന് തോന്നാറുണ്ട്, അത്രയും ഇല്ലാന്നും തോന്നാറുണ്ട്. ഓവർ റേറ്റഡ് ആണെന്ന് തോന്നാറുണ്ട്, ഓവർ റേറ്റഡ് അല്ല നോർമലാണ്. കാരണം അതിന് രണ്ടിനും കാരണങ്ങളുണ്ട്. ഓവർ റേറ്റഡ് ആണെന്ന് തോന്നുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2-3 വർഷമൊക്കെ രണ്ടൊക്കെ കുഴപ്പമില്ല, ഒരു 3, 4, 5 വർഷമൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോഴേക്ക് ഇത്രയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം MBBS ഒരു 5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നല്ല ഏജ് ആവും. അപ്പോൾ അത്രയും നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാളും വേറൊരു കോഴ്സ് എടുത്ത് മൂവ് ഓൺ ആയിക്കൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന് എൻ്റെ ഒരു ചിന്താഗതിയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം MBBS അത്യാവശ്യം നല്ല പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മൾ ഇത്രയും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ഇതിനാണല്ലോ ഒരു 5-6 വർഷം കളഞ്ഞതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ ഒരു ലെവലിൽ എനിക്ക് തോന്നാറുണ്ട്. അല്ല നല്ലതാണെന്ന് തോന്നിയപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസെക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഈ ഡിസെക്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് MBBSന് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ലേ. നമുക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിന് പോലും ഡിസെക്ഷൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. പ്രാക്ടിക്കലി കുറേ കൂടി നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റഡീസിനെ പോലെ തന്നെ പ്രയോറിറ്റി നമ്മൾ ക്ലിനിക്കലി പ്രാക്ടിക്കൽസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്സിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് MBBSൽ. ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും അവർ എക്സ്ട്രോവേർട്ട് ആക്കാനുള്ളൊരു കഴിവ് MBBS എന്ന് പറയുന്ന ഒരു കോഴ്സിനുണ്ട്. പിന്നെ നമ്മൾ കുറേ എന്താ പറയുക, നമ്മുടെ പേഴ്സണാലിറ്റി ബിൽഡാവും, നമ്മുടെ ക്യാരക്ടർ ബിൽഡാവും, നമ്മുടെ എലിജിബിലിറ്റി കൂടും. നമുക്ക് തന്നെ നമ്മൾ സ്വയം വളരുന്നത് നമ്മൾ സ്വയം കാണും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പണ്ടത്തെ പോലെ അല്ല, നമ്മുടെ ക്യാരക്ടർ മാറുന്നുണ്ട്, നമ്മുടെ സ്വഭാവം മാറുന്നുണ്ട്, നമ്മുടെ സംസാരം മാറുന്നുണ്ട്, നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സാണ് MBBS എന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ MBBS ഇസ് വെരി ഗുഡ്. പക്ഷേ പഠിക്കാൻ നന്നായിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാം. പഠിക്കാൻ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കുക. ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കാണ്ട് നടക്കത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നീറ്റ് കഴിഞ്ഞിട്ട് സേഫ് സ്കോർ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ അഡ്മിഷൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരാൻ പോവാണ്. എനിക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ സമയത്ത്, ഈ അഡ്മിഷൻ്റെ സമയത്ത് ആയപ്പോഴേക്ക് കൗൺസിലിംഗ് ഒക്കെ വന്നപ്പോഴേക്ക് പല വീഡിയോസും കാണും. അപ്പോൾ എല്ലാം കൂടി കളിച്ച് വട്ടാവും. പല വീഡിയോസും നമുക്ക് മനസ്സിലാവത്തില്ല എന്താ പറയണമെന്നുള്ളത്. ഈ NRI അങ്ങനെ കുറേ പരിപാടികൾ കാണുമ്പോഴത്തേക്ക് NRI കോട്ട ആ കോട്ട ഈ കോട്ട എല്ലാം കൂടി കാണുമ്പോഴേക്കും നമുക്ക് വട്ടാവും. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ലെവലിൽ നിന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഞാൻ മാക്സിമം നോക്കും. എക്സാമാണ്, യൂണിവേഴ്സിറ്റി എക്സാമാണ്. പക്ഷേ അഥവാ ഞാൻ ഈ വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്, യൂട്യൂബ് ചാനലുണ്ട്, എൻ്റെ ചാനലുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.